നമസ്കാരം. JK മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആർച്ചൽ ഏലയിലെ കർഷകനായ ആർച്ചൽ സ്വദേശി ബിജു ചേട്ടൻ വ്യത്യസ്തമായ രീതിയിൽ ചീരകൃഷി നടത്തി ശ്രദ്ധേയനാവുകയാണ്. ചുവന്ന നിറത്തിലുള്ള ചീരവർഗത്തിൽപ്പെടുന്ന സിന്ദൂര ചീരയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത്. മൊത്തം 50 സെന്റ് സ്ഥലമാണ് ബിജു ചേട്ടൻ കൃഷിക്കായി ഒരുക്കിയിരിക്കുന്നത്. ചീരകൃഷിയോടൊപ്പം വെറ്റക്കൊടി, ഏത്തവാഴ, പയർ എന്നിവയും സംയോജിച്ചാണ് അദ്ദേഹം കൃഷി നടത്തുന്നത്. ഇതിലൂടെ സ്ഥലത്തിന്റെ പരമാവധി ഉപയോഗവും മികച്ച വളവുമാണ് ഉറപ്പാക്കുന്നത്. രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് പ്രകൃതിയോട് സൗഹൃദപരമായ രീതിയിലാണ് കൃഷി നടത്തുന്നത്. മികച്ച പരിപാലനവും കഠിനാധ്വാനവും മൂലം സിന്ദൂര ചീരയുടെ വളവ് മികച്ച രീതിയിൽ ലഭിക്കുന്നതായി വിജയ് ചേട്ടൻ പറയുന്നു. നനഞ്ഞ് കുളിച്ച് കിടക്കും. ഇപ്പോഴും നൂന്നിട്ടില്ല. ഞാൻ രാവിലെ ഒന്ന് നനച്ചിട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾ ആ റോഡിൽ നിൽക്കുന്ന സമയത്തും ഞാൻ നനച്ചിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് നിങ്ങൾ വരുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് തുടക്കം എന്ന് പറയുന്നത് കുറച്ച് പൈസ കൈ വന്നപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചിട്ട് നിലം വാങ്ങാം. എനിക്ക് ടാപ്പിംഗ് ആയിരുന്നു. ടാപ്പിങ്ങിൽ നിന്നും ഒന്ന് വിട്ട് നടുവേദന വന്നപ്പം എൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞ് കൂടുതൽ കുനിഞ്ഞു നൂന്നുള്ള പണികൾ ചെയ്യരുത്, വെയിറ്റ് എടുത്തുള്ള പരിപാടികൾ ചെയ്യരുതെന്നാണ്. അങ്ങനെ വിചാരിച്ചെന്നാൽ പിന്നെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കുറച്ച് നിലം വാങ്ങി കൃഷികളിൽ അങ്ങ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിനകത്തോട്ട് ഇറങ്ങിയത്. ചീരകൃഷിയിലാണ് ഈ എത്ര വസ്തുവിൽ ചേട്ടൻ ചീരകൃഷി നടത്തുന്നുണ്ട്? അതിനോടൊപ്പം തന്നെ ഈ ചീരകൃഷി അല്ലാതെ മറ്റ് കൃഷികൾ എന്തൊക്കെയാണ്? ചീരകൃഷി ഇപ്പം ഞാൻ ഇത് 50 സെൻറ്റാണ് ഈ നിലം. 50 സെൻറ്റാണ് ഞാൻ വിലയ്ക്ക് വാങ്ങി. അതിനകത്ത് ഈ വർഷം കഴിഞ്ഞ വർഷമാണ് ഈ വെറ്റക്കൊടി ഇട്ടത്. വെറ്റക്കൊടി എനിക്ക് വീട്ടയ്യത്ത് നേരത്തെ ഉണ്ടായിരുന്നു. അതൊരു വ്യത്യസ്ത രീതിയിലാണ് വീട്ടയ്യത്ത് ഞാൻ ചെയ്തിട്ടിരുന്നത്. അത് കേടായി പോയി. അതിന് ശേഷമാണ് ഇവിടെ ഇട്ടത്. ഇപ്പോൾ ഈ സ്ഥലം ഒഴിച്ച് ബാക്കി മൊത്തം ഇതിനകത്ത് കൃഷിയുണ്ട്. വാഴയുണ്ട്. പിന്നെ വാഴയുടെ ഇടയ്ക്ക് തന്നെ പയറിട്ടിട്ടുണ്ട്. നമ്മുടെ വൻപയർ ഇട്ടിട്ടുണ്ട്. അത് ഈ ചീരയ്ക്ക് വെയിൽ വേണം. വെയിൽ കിട്ടാത്ത ഭാഗത്ത് നമ്മൾ വൻപയർ കൃഷി ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വൻപയർ നമുക്ക് കിട്ടും. അങ്ങനെ ആണ് ഇതിനകത്തോട്ട് മാറിയത്. വെറ്റയുണ്ട്, ഏത്തവാഴയുണ്ട്. ഇപ്പോൾ പയർ വേണ്ട, ആ വാഴയുടെ ഇടയ്ക്ക് പയറിട്ടിട്ടുണ്ട്, വൻപയർ ഇട്ടിട്ടുണ്ട്. എൻ്റെ പേര് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരാരും അറിയത്തില്ല. എൻ്റെ പേര് ബിജു എന്ന ഔദ്യോഗികമായിട്ടുള്ള പേര്. പക്ഷേ ചന്തു എന്ന് പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. അതൊരു മുഴുവൻ സമയ കർഷകനാണോ? അല്ല, ഒരിക്കലും അല്ല. മുഴുവൻ സമയമാണെന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ നമ്മുടെ സമയം അതെ. ഇപ്പോൾ കൃഷിയേ ഉള്ളൂ, മറ്റ് ഇതൊന്നുമില്ല. കൃഷി കൊണ്ടുള്ള ജീവിതമാണ്. തൊട്ടടുത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ നിൽപ്പുണ്ട്. ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ കിട്ടാറുണ്ടോ? പഞ്ചായത്തിൻ്റെ ആനുകൂല്യം എല്ലാം കൃഷിഭവൻ വഴിയാണ് നൽകുന്നത്. അതിൽ നമ്മൾ എന്തായിരുന്നാലും ഉൾപ്പെടുത്താറുണ്ട്. ശരി ചേട്ടാ. ഓക്കെ. ശരി ഓക്കെ. ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. ചുമ്മാ അങ്ങോട്ടൊന്ന് ഇതോടെ ഞാൻ എടുത്തിടാം. പക്ഷേ പല പരുവ വരുന്നു. ചീരയുടെ കൊതുകൊണ്ട് വൈഡ് ഫ്രെയിം എടുത്തിട്ടാണ് വൈഡ് ക്ലോസ് പിന്നെ ചേട്ടാ അറിയാം. ഞാൻ ഇടത്തില്ല. പിന്നെ വേറെ ഞങ്ങൾ ഇതിനകത്ത് കയറി